Hello friends, welcome to the channel. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും ഞാൻ ആമസോണിൻ്റെ പ്രൈം ഡേ സെയിൽസിൽ നമ്മുടെ നത്തിങ് ഫോൺ 3 എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നത്തിങ് ഫോണിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കുറേ നമ്മുടെ നത്തിങ് OSൽ ഇഷ്ടംപോലെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നമ്മുടെ നത്തിങ് OS 4.1 നമുക്ക് ആക്ച്വലി റോൾ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വിത്ത് ജൂൺ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ്. എനിക്ക് ആക്ച്വലി നമ്മുടെ ഫോൺ ഇത് ആക്ച്വലി നത്തിങ് ഫോൺ 3 ഞാൻ അൺബോക്സ് ചെയ്തപ്പോൾ ഇത് ആക്ച്വലി 115 കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്ക് 4 അപ്ഡേറ്റ് വന്നു. അങ്ങനെയാണ് നമ്മൾ ജൂൺ ലേറ്റസ്റ്റ് 4.1 അപ്ഡേറ്റിലേക്ക് വന്നത്. പക്ഷേ 4.1ലും 4ലൊക്കെ അത്യാവശ്യം പുതിയ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക് ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫയർ ആണ്. എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാം കൗണ്ടർ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി നമ്മുടെ 5 ഇൻഡെക്സിലത്തെ അപ്ഡേറ്റിൻ്റെയും സാംസങ്ങിൻ്റെ അപ്ഡേറ്റിൻ്റെയും വിവോൻ്റെ ഒറിജിനൽസിൻ്റെ അപ്ഡേറ്റ് ഒക്കെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. കാണാത്ത യൂസിനോടൊന്ന് കാണാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതിൽ ലേറ്റസ്റ്റ് നമ്മുടെ 4.1 ജൂൺ അപ്ഡേറ്റിൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് വന്നിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസെൻഷ്യൽ വോയിസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയില്ല എസെൻഷ്യൽ കീ ഇവിടെ സൈഡിൽ നിങ്ങൾക്ക് അറിയില്ല എസെൻഷ്യൽ കീ. അതിപ്പോൾ എസെൻഷ്യൽ വോയിസ് എന്ന് പറഞ്ഞൊരു സംഭവം ഫീച്ചർ പുതിയത് വന്നിട്ടുണ്ട്. അതായത് essential voice assist you with cleaning up your voice notes and translating language live in the moment. നമ്മുടെ എന്താ പറയുക നോട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, വോയിസ് നോട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് നമ്മുടെ ഒരു AI ഹെൽപ്പർ പോലത്തെ ഒരു പരിപാടി ഇപ്പോൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ന്യൂ ലോക്ക് സ്ക്രീൻ ക്ലോക്കുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്താ പറയുക കുറച്ച് ലുക്കബിൾ ആയിട്ടുള്ള കുറച്ച് ക്ലോക്കുകളും കാര്യങ്ങളൊക്കെ അവർ പുതിയ എഡിഷനിൽ വന്നിട്ടുണ്ട്. പിന്നെ ലൈവ് അപ്ഡേറ്റ് ഇൻറ്റഗ്രേഷൻ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് ഗൂഗിൾ മാപ്പിലും റിയൽ ടൈം പ്രോഗ്രസ് ആപ്പിലൊക്കെ ഗ്ലിംഫ് ഇന്റർഫേസ് ഈ സംഭവത്തിലൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ്സ് വന്നിട്ടുണ്ട്. പിന്നെ നോട്ടിഫിക്കേഷനിൽ കുറച്ചുകൂടി ക്ലീൻ ആക്കിയിട്ടെന്ന് പറയുന്നത്, അതായത് ക്ലീനർ എസെൻഷ്യൽ നോട്ടിഫിക്കേഷൻ UI ക്ലീനർ വിത്ത് ന്യൂ ഡിസ്ക്രിപ്ഷൻ. നമ്മുടെ ഈ ഒരു സംഭവമാണ് പറയുന്നത് കേട്ടോ. എനിക്ക് ആക്ച്വലി നത്തിങ് വോയിസ് ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് ശരിക്കും നമ്മുടെ പിക്സൽ ഫോൺ ഉപയോഗിക്കുന്ന പോലെ തന്നെ തോന്നിയത്. വലിയ ചെറുതായിട്ട് സ്ലൈഡ് ഡിഫറൻസുകൾ അല്ലാണ്ട് വലിയ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഒന്നും നമുക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഞാനിപ്പോൾ റീസെൻ്റ്ലി പിക്സൽ 10 നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് സെൽ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി എൻ്റെ ആദ്യത്തെ നത്തിങ് ഫോണൊന്നുമല്ല. ഇതിനു മുമ്പ് നമ്മൾ 4A Pro ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ സെൽ ഔട്ട് ചെയ്തു. അതിന് മുമ്പ് നമ്മൾ 3 ചെയ്തിട്ടുണ്ട്, 3A ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ ആ 3A ലൈറ്റ് അല്ല, അതിൻ്റെ ഒരു CMFൻ്റെ ഒരു ഫോൺ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ സ്റ്റെബിലിറ്റി ആൻഡ് സെക്യൂരിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നോർമലി വരുന്ന ഒരു സംഭവം തന്നെയാണ്. ഇത് ആക്ച്വലി 4.1 അപ്ഡേറ്റ് നമുക്ക് ഫോൺ 3 വന്നിട്ടുണ്ട്, ഫോൺ 3A സീരീസുകൾക്ക് വന്നിട്ടുണ്ട്, ഫോൺ 2A സീരീസുകൾക്ക് വന്നിട്ടുണ്ട്, ഫോൺ 2, CMF ഫോൺ 1, CMF ഫോൺ 2. CMFൻ്റെ പുതിയ ഫോണുകൾ വരുന്നില്ല കേട്ടോ, നിങ്ങൾ അറിഞ്ഞില്ലേ? ക്യാൻസൽ ചെയ്തു. അത് ഈ റാം ഇഷ്യൂ കാര്യങ്ങളൊക്കെ കാരണം അത് ക്യാൻസൽ ചെയ്തു കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ വന്നേക്കുന്ന സംഭവം. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇതിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യം ഞാൻ പറയേണ്ട അവസരമില്ലല്ലോ. നമ്മുടെ ഫോൺ 3ൻ്റെ കാര്യത്തിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ല വിചാരിക്കുന്നു. സ്നാപ്ഡ്രാഗൻ്റെ 8S Gen 4 ആണ് വരുന്നത്. പെർഫോമൻസിനൊന്നും ഒരു ഇഷ്യൂ ഇല്ല. പിന്നെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നത്തിങ് വോയിസ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് സാധനമാണ്. അപ്പോൾ പിന്നെ പെർഫോമൻസിൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയാനൊന്നുമില്ല. ഓൾറെഡി നല്ല പെർഫോമൻസ് തന്നെയാണ്. പിന്നെ ബാറ്ററി ഡ്രെയിനിങ് ചെറുതായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ഇവരുടെ നത്തിങ് ഫോണിൽ മാക്സിമം 5500 mAh ബാറ്ററി മാത്രമേ ഉള്ളൂ മാക്സിമം. അപ്പോൾ ബാറ്ററി പറയുമ്പോൾ സിലിക്കൺ കാർബൺ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നെങ്കിലും പക്ഷേ ഒരു വലിയ അത് തരുന്നില്ല. എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ഈ ബാറ്ററി ഇപ്പോൾ നോർമലി ഇവരെ മിക്ക എല്ലാ നത്തിങ് ഫോണിൻ്റെയും 1 ഡേ അത്രയ്ക്ക് നോർമലി കിട്ടാറുള്ളൂ. ഒരു 7 hours to 8 hour ഒക്കെ സ്ക്രീൻ ഓൺ ടൈം കാര്യങ്ങൾ കിട്ടാറുള്ളൂ. നമുക്കത് ഇമ്പ്രൂവ്മെൻറ്റ് ആക്ച്വലി ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ വന്നിട്ടുണ്ട്. അത് എന്തായാലും പ്രത്യേകിച്ച് ഐഡിൽ ടൈം ട്രെയിനിങ്ങിലൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ശരിക്കും വന്നിട്ടുണ്ട്. പിന്നെ ക്യാമറയിൽ നല്ലപോലെ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു, ഞാനിപ്പോൾ ഇതിൻ്റെ ഫോൺ വാങ്ങിച്ചതിൻ്റെ സമയത്ത് വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ പേര് എന്താ പറയുക ഇതിൻ്റെ ക്യാമറ ആവറേജ് ആണ്. പക്ഷേ ഇതിൻ്റെ ക്യാമറ നല്ലപോലെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ വീഡിയോ എടുത്തതും ഫ്രണ്ട് വീഡിയോ സെൽഫി വീഡിയോ ഒക്കെ നമ്മൾ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ക്വിക്ക് റിവ്യൂ പോലെ നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ക്യാമറ സാമ്പിൾസുകളൊക്കെ കാണിച്ചിട്ടുണ്ട്. അത് ഈവനിങ് ടൈം 6:30 എടുത്ത ഫോട്ടോസാണ്. ആ വീഡിയോ നിങ്ങൾ കണ്ടു കിട്ടാം. നല്ല കിടലായിട്ട് വന്നിട്ടുണ്ട് സാധനം. ക്യാമറ നല്ലപോലെ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. പറയുമ്പോൾ എല്ലാ സെൻസേഴ്സും 50 MP സെൻസറാണ്, ഇൻക്ലൂഡിങ് സെൽഫി സെൻസേഴ്സ്. അപ്പോൾ ക്യാമറ ഇമ്പ്രൂവ്മെൻറ്റ് നല്ലപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബാക്കിയൊക്കെ നോർമൽ പോലെ തന്നെയുള്ളൂ, വേറെ വലിയ ഡിഫറൻസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നത്തിങ് ഫോൺ ഉപയോഗിക്കുന്നവർ ഏത് ഫോണായാലും അപ്ഡേറ്റ് ചെയ്യാൻ മറക്കണ്ട. ലേറ്റസ്റ്റ് 4.1 ജൂൺ അപ്ഡേറ്റിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതിൻ്റെ അപ്പോൾ ഇതാലോ. അതുപോലെ തന്നെ നത്തിങ് ഫോൺ വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ 3 വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കയറി ആമസോണിൽ വാങ്ങിക്കുക. എന്താ വെച്ചാൽ സെയിൽസ് കഴിഞ്ഞത് ഞാൻ സെയിൽസിന് മുമ്പ് വീഡിയോ ഇടുകയാണെങ്കിൽ മാത്രമേ ഇത് അപ്ലിക്കബിൾ ഉള്ളൂ, അല്ലെങ്കിൽ അപ്ലിക്കബിൾ അല്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ പേര് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക് ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫയർ ആണ്. നമ്മുടെ വെബ്സൈറ്റ് നാളെ താഴെ നോക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് അക്കൗണ്ട്സ് ഈസിയായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മുടെ സെറ്റ് ആപ്പിൻ്റെ ലിങ്ക് കൂടെ റെഫർ ലിങ്ക് ആണ്, കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അതിൻ്റെ ചെയ്യാം. ബൈ.